സ്ഥാനാർത്ഥികൾ എവിടെയൊക്കെയാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചത്? കേരള കോൺഗ്രസ് 2 വിഭാഗം, ആ വിഭാഗത്തിൽ അവരുടെയൊക്കെ നീക്കങ്ങൾ, സ്ഥാനാർത്ഥികൾ എവിടേക്കാണ്, എങ്ങോട്ടൊക്കെ ഇന്ന് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട്, പ്രചരണവുമായി ബന്ധപ്പെട്ട് പോകുന്നു? അവരുടെയൊക്കെ പ്രതീക്ഷകൾ, പ്രതികരണങ്ങളായെന്നും എടുത്തു പറയത്തക്ക രീതിയിൽ എവിടെയെന്തെങ്കിലും വന്നിട്ടുണ്ടോ ഷിനോജ്? പ്രതീക്ഷ LDF-ന്റെ താരപ്രചാരകനായിട്ടുള്ള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് ജില്ലയിലുണ്ട്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 4 ഇടങ്ങളിലാണ് മുഖ്യമന്ത്രിയുടെ പൊതുയോഗമുള്ളത്. രാവിലെ കാഞ്ഞിരപ്പള്ളിയിൽ മുഖ്യമന്ത്രിയുടെ പൊതുയോഗമുണ്ടായിരുന്നു. വൈകിട്ട് 4 മണിക്ക് ചങ്ങനാശ്ശേരിയിലും, 5 മണിക്ക് ഏറ്റുമാനൂരിലും, 6 മണിക്ക് പാലായിലും മുഖ്യമന്ത്രി സംസാരിക്കും. പ്രധാനപ്പെട്ട സർക്കാരിൻ്റെ കഴിഞ്ഞ 10 വർഷത്തെ വികസന നേട്ടങ്ങളൊക്കെ തന്നെ എണ്ണി പറഞ്ഞുകൊണ്ടാണ് രാവിലെ കാഞ്ഞിരപ്പള്ളിയിൽ മുഖ്യമന്ത്രി തൻ്റെ പ്രസംഗം പൂർത്തിയാക്കിയത്. മുഖ്യമന്ത്രി കൂടി എത്തിയത് കൂടി LDF-ന്റെ ക്യാമ്പ് വലിയ ആവേശത്തിലായിട്ടുണ്ട്, വലിയ ഉത്സാഹത്തിലായിട്ടുണ്ട്. മറുവശത്തെ UDF ആകട്ടെ അവരുടെ പ്രധാനപ്പെട്ട പരിപാടികൾ, അതായത് പ്രധാനപ്പെട്ട പഞ്ചായത്ത് തലത്തിലുള്ള കൺവെൻഷനുകളൊക്കെ തന്നെ പൂർത്തിയാക്കി നിലവിൽ ഇപ്പോൾ വാഹന പ്രചാരണ ജാഥകളിലേക്ക് തന്നെ കടന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് അടുത്ത ആഴ്ച വിശുദ്ധവാരമാണ്. പെസഹ, വ്യാഴം, ദുഃഖവെള്ളി, ഈസ്റ്റർ ഉൾപ്പെടെയുള്ള ദിനങ്ങളിലൊക്കെ ഒക്കെ തന്നെ ഈ സ്ഥാനാർത്ഥികളുടെ പരസ്യ പ്രചാരണം ഉണ്ടാകില്ല. അതിനാൽ തന്നെ അതിനു മുൻപ് ഒരു 4-5 ദിവസങ്ങൾ കൊണ്ട് തന്നെ പരമാവധി വാഹന പ്രചാരണം ഉൾപ്പെടെയുള്ള പരസ്യ പ്രചാരണം ഒരുവിധം പൂർത്തിയാക്കാനാണ് നിലവിൽ ഇപ്പോൾ സ്ഥാനാർത്ഥികളുടെയൊക്കെ തന്നെ തീരുമാനമെന്ന് പറയുന്നത്. അത്തരത്തിലുള്ള കാര്യങ്ങളുമായി UDF-ഉം സജീവമായി തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. NDA ക്യാമ്പും ഈ വാഹന പ്രചാരണ പരിപാടികളിലാണ് നിലവിൽ ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. അത്തരത്തിൽ 3 മുന്നണികളും വളരെ ആവേശത്തോടു കൂടി വളരെ സജീവമായി തന്നെ പ്രചരണ കളത്തിലുണ്ട്. മറ്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട മറ്റ് വിവാദങ്ങളൊന്നും തന്നെ നിലവിൽ ഇപ്പോൾ കോട്ടയം ജില്ലയെ സംബന്ധിച്ച് ഇല്ല എന്നതും എടുത്തു പറയേണ്ട കാര്യമാണ്. ഷിനോജാണ്. കോട്ടയത്തെ പല കോട്ടകളും ഇളക്കാനുള്ള നീക്കം ആരംഭിച്ചു എന്ന് മുന്നണികൾ പറയുന്നുണ്ട്. അതാണ് കോട്ടയത്ത് നമ്മൾ കാണാൻ കഴിയുന്നത്. ഇനി വയനാട്ടിലേക്ക് പോകാം. M. കമൽ ചേരുന്നുണ്ട്. കമൽ, വയനാട്ടിലെ കൽപ്പറ്റ ഉൾപ്പെടെ മാനന്തവാടിയായാലും കൽപ്പറ്റയായാലും സുൽത്താൻ ബത്തേരി 3 മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളുടെ ഓട്ടം ഈ ദിവസം എങ്ങനെയുണ്ടായിരുന്നു? പ്രജീഷ്, സമയം വളരെ കുറവാണെങ്കിലും പരമാവധി വോട്ടർമാരെ നേരിൽ കാണാനുള്ള ശ്രമത്തിലാണ് 3 മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥികൾ. സുൽത്താൻ ബത്തേരി, മാനന്തവാടി, കൽപ്പറ്റ മണ്ഡലങ്ങളാണ് വയനാട്ടിലുള്ളത്. ഇതിൽ ജനറൽ സീറ്റ് കൽപ്പറ്റയാണ്. അവിടെ UDF-ലെ സിറ്റിംഗ് MLA T. സിദ്ദിഖും LDF-ലെ RJD സ്ഥാനാർത്ഥി PK അനിൽകുമാറും തമ്മിലാണ് മത്സരം. 2 സ്ഥാനാർത്ഥികളും ഗ്രാമീണ മേഖലകളിൽ, തോട്ടം മേഖലകളിലൊക്കെ കേന്ദ്രീകരിച്ച് എല്ലാ സ്ഥലത്തും ഓടിയെത്താനുള്ള ശ്രമത്തിലാണ്. മാനന്തവാടിയിലാണെങ്കിൽ സിറ്റിംഗ് MLA മന്ത്രി OR കേളുവാണ് LDF സ്ഥാനാർത്ഥി. ഉഷ വിജയനാണ് UDF സ്ഥാനാർത്ഥി. 2 പേരും അവിടെ വയനാട്ടിലെ ഏറ്റവും വലിയ ഉത്സവം വള്ളിയൂർക്കാവിൽ നടക്കുകയാണ്. 14 ദിവസത്തെ ഉത്സവം. ഉത്സവ പറമ്പിലടക്കം ആളുകളെ കണ്ട് വോട്ടഭ്യർത്ഥിക്കുകയാണ് മാനന്തവാടിയിലെ സ്ഥാനാർത്ഥികൾ. സുൽത്താൻ ബത്തേരിയിൽ കോൺഗ്രസിലെ IC ബാലകൃഷ്ണനാണ് സിറ്റിംഗ് MLA. അദ്ദേഹമാണ് UDF സ്ഥാനാർത്ഥി. CPM-ലെ MS വിശ്വനാഥനുമായി നേരിട്ടുള്ള മത്സരമാണ്. അവിടെയും ഈ പറഞ്ഞതുപോലെ ഗ്രാമീണ മേഖലകൾ, വനത്തിനുള്ളിലും വനാതിർത്തിയിലുമുള്ള ഉന്നതികൾ ഒക്കെ കേന്ദ്രീകരിച്ചാണ് സ്ഥാനാർത്ഥികളുടെ പ്രചരണം. ഇതുവരെ VIP പ്രചാരകരാരും വയനാട്ടിലേക്ക് എത്തിയിട്ടില്ല. പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെയുള്ളവർ എത്തുമെന്ന് പറയുന്നുണ്ട്. CPIM ജനറൽ സെക്രട്ടറി MA ബേബി അടുത്ത ദിവസങ്ങളിൽ എത്തുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ പ്രചാരണം വയനാട്ടിൽ ഇത്തവണ ഇല്ല എന്നാണ് ലഭിക്കുന്ന വിവരം. എന്തായാലും തെരഞ്ഞെടുപ്പ് ചൂട് പിടിച്ചു വരികയാണ്. M. കമലാണ് 3 മണ്ഡലങ്ങളിലെ വിവരങ്ങൾ ഇന്ന് നൽകിയത്, ഈ ദിവസം സംഭവിച്ച കാര്യങ്ങൾ.